ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഹൃദയം നിറഞ്ഞ മകരവിളക്ക് ആശംസകൾ. ഞങ്ങളുടെ മലയാത്രയുടെ ഒരു വീഡിയോയുടെ സംഗ്രഹമാണ് ഇത് കേട്ടോ. ചെറിയ വീഡിയോ ആണ്, 5 ദിവസത്തെ യാത്രയുടെ എല്ലാം കൂടെ ചേർത്തൊരു വീഡിയോ ആണ് പോകുന്ന ദിവസം മുതലുള്ളത്. ഞങ്ങളുടെ തുരുത്തിയിൽ ദേവീക്ഷേത്രത്തിലാണ് കെട്ടുമുറുക്കുന്നത്. അവിടുത്തെ മേൽശാന്തി കെട്ടുമുറുക്കി തന്നു. എല്ലാവർക്കും അനുഗ്രഹവും ആശീർവാദമൊക്കെ നൽകി ഞങ്ങളെ അവിടെ നയിക്കുകയാണ്. ഞങ്ങൾ 11 ആളുണ്ടായിരുന്നു മൊത്തത്തിൽ. എല്ലാവർക്കും അവിടുന്ന് ദക്ഷിണയെ കൊടുത്ത് ഞങ്ങൾ യാത്ര ആരംഭിക്കുകയാണ് തുരുത്തിയിൽ ദേവിയുടെ മണ്ണിൽ നിന്നും. അങ്ങനെ കരുവളകളെ മാതാവിൻ്റെ കുരിശടിയുണ്ട്, അവിടെ വന്ന് കർപ്പൂരവും മെഴുകുതിരിയൊക്കെ എത്തിച്ച് കാണിക്കയൊക്കെ ഇട്ട് മുൻപോട്ട് പോവുകയാണ്. അതിനുശേഷം നൂറിനാട് മൂൺലൈറ്റിൽ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. വീണ്ടും യാത്ര തുടങ്ങി. MC റോഡിലെത്തി, പന്തളത്ത് എത്തിയിട്ടുണ്ട്. അവിടുത്തെ ഒരു കുരിശടിയുടെ അടുത്തെത്തി അവിടെ വിശ്രമമാണ് കുറച്ച് നേരം. പിന്നീട് വീണ്ടും പന്തളത്തു നിന്ന് യാത്ര ആരംഭിക്കുകയാണ്. വെളുപ്പാങ്കലമായിട്ടുണ്ട്. ഏകദേശം ഒരു 4:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ആറന്മുള എത്തിയിട്ടുണ്ട്. അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ നിർമ്മാല്യത്തിന് സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നിർമ്മാല്യമൊക്കെ ദർശിച്ച് വീണ്ടും യാത്ര തുടങ്ങിയാണ്. അടുത്ത ദിവസം റാന്നിയാണ്, അടുത്ത ദിവസം എരുമേലിയിലേക്കാണ്. അപ്പോൾ എരുമേലിയിലേക്കുള്ള യാത്ര ഞങ്ങൾ മുൻപോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഏകദേശം എരുമേലി എത്തിയിട്ടുണ്ട്. അവിടെ നന്നായിട്ട് ദർശനമൊക്കെ നടത്തി. വേട്ട തുള്ളണമെന്നൊക്കെ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്, പക്ഷേ നമുക്ക് ഇത്ര ദൂരത്തുനിന്ന് നടന്നു വരുന്നുണ്ട്, കാലിനൊക്കെ നല്ല വേദനയൊക്കെ ആയിരിക്കും. അതുകൊണ്ട് നമ്മളിത് കണ്ട് ആസ്വദിച്ചു. പിന്നെ ഇത് അവിടുത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളാണ് കേട്ടോ. ബാബരുപള്ളിയും ബാക്കി കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങൾ വനത്തിലേക്ക് കിടക്കുകയാണ് കേട്ടോ. വനയാത്ര ആരംഭിക്കുക. എരുമേലി കഴിഞ്ഞാൽ വനയാത്രയാണ്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. കാര്യം ഇനി വെയിലൊന്നും കൊള്ളണ്ട, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ശാരീരിക ബുദ്ധിമുട്ടുണ്ടാവും. വനയാത്ര അയക്കുമ്പോൾ എല്ലാം നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് മുൻപോട്ട് പോകാൻ പറ്റുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമാണ്. നമുക്ക് നടക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയില്ല, അതാണ് സത്യം. മനോഹരമായ യാത്രയാണ് കേട്ടോ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നൽകിയിട്ടുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ഈ ശബരിമല യാത്രയാണ്. ഇതിനത്രയും സൗന്ദര്യവും മനസ്സിന് സന്തോഷം കിട്ടുന്ന ഒരു യാത്രയും ഞാൻ നടത്തിയിട്ടില്ല. കണ്ടല്ലേ, എത്ര മനോഹരമായ കാഴ്ചകളാണ്. മനസ്സിനൊക്കെ എന്ത് ആനന്ദമാണെന്നറിയ കിട്ടുന്നത്. അതുപോലെ നമുക്ക് ഈ പോകുന്ന എല്ലാവർക്കും സന്തോഷവും, എല്ലാവരും നല്ല ഐക്യത്തോടെയൊക്കെയാണ് പോകുന്നത്. എപ്പോഴും നമ്മുടെ നാട്ടിലാണ് എപ്പോഴും കളിയാക്കലും പരസ്പരം കുറ്റപ്പെടുത്തലും അങ്ങനെയൊക്കെ. ഈ യാത്രയെന്ന് പറഞ്ഞാൽ എല്ലാവരും നല്ല വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടല്ലേ പോകുന്നത്. അപ്പോൾ നല്ല സന്തോഷത്തോടെ പരസ്പരം സ്നേഹവും തമാശകളൊക്കെ പങ്കുവെച്ച് ശരണമൊക്കെ വിളിച്ചാണ് പോകുന്നത് കേട്ടോ. നല്ല യാത്രയാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ യാത്ര ചെയ്യാൻ എല്ലാവർക്കും അവസരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വേളയിലെ. കണ്ടില്ലേ, ഇത് വനത്തിന് നടുക്ക് ഒരു അരുവിയാണ്. ഈ അരുവി കിടക്ക് ഇങ്ങനെ ഈ തണുത്ത വെള്ളമാണ് കേട്ടോ, നല്ല ഐസ് പോലത്തെ വെള്ളമാണ്. ഇതിലേക്കിട്ട് ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ കാലിൻ്റെ വേദനകളൊക്കെ കുറേ മാറുന്നു, സത്യം. അങ്ങനെ നമ്മൾ കാളകെട്ടി അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. വനത്തിന് നടുക്കൊരു ക്ഷേത്രമുണ്ട്, കാളകെട്ടി എന്ന് പറഞ്ഞത് മഹാദേവൻ്റെ ക്ഷേത്രമാണ്. അവിടെ എത്തി. അവിടുന്ന് ദർശനമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ അഴുത നദിയുണ്ട് കുറച്ച് താഴോട്ട് പോകുമ്പോൾ. ആ നദിയിലെ കുളിച്ചു. ഇതാണ് നമ്മുടെ അഴുത നദി. എത്ര മനോഹരമാണ് നോക്കി, എത്ര സുന്ദരമാണ് അഴുത. നല്ല തണുപ്പുമാണ് കേട്ടോ. ഇവിടുന്ന് കല്ലെടുക്കണം. ഇതിൽ മുങ്ങി കുളിച്ചിട്ട് ഒരു കല്ലെടുക്കണം. കല്ലെടുത്തിട്ട് മുകളിലൊരു മലയുണ്ട്, ആ മലയുടെ മുകളിലേക്ക് കൊണ്ട് നിക്ഷേപിക്കണം. കല്ലിടാങ്കുത്ത് എന്നാണ് അതിൻ്റെ സ്ഥലത്തിൻ്റെ പേര്. അതിനൊരു ഐതിഹ്യമൊക്കെ ഉണ്ട്, അത് ഞാൻ പിന്നീട് വരുന്ന വേളയിൽ പറയാം. ഇതല്ലേ, കഠിനമായ കയറ്റമാണ് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ ഓടിച്ചു വിട്ട് കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. നമുക്ക് എത്ര കഠിനമാണെന്നറിയാം ഈ കയറ്റം, സത്യം. അതെ, കഠിനമായ കയറ്റമാണ്. നമ്മൾ ഒട്ട് താഴെ അടിക്കുന്ന രീതിയിലുള്ള കയറ്റമാണ്. വാവ്, അയ്യപ്പ, സത്യം നേരെ നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റില്ല, അത്രമാത്രം കയറ്റമാണ്. കണ്ടില്ലേ, ഒരമ്മയൊക്കെ നടന്നു പോകുന്നുണ്ടോ, ഞാൻ കാണിക്കാം. കണ്ടില്ലേ, അമ്മയൊക്കെ മണിപ്പുറം നടന്നു വരുന്നത്. അയ്യപ്പ സ്വാമി ശരണം. ഞങ്ങൾ കല്ലടങ്ങുന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം എത്താറായിട്ടുണ്ട്. താഴേന്ന് നമ്മുടെ സ്വാമിമാരെല്ലാം കയറി വരുന്നുണ്ട്. മുന്നിലുണ്ട് സ്വാമിമാർ. അവിടെയാണ് കല്ലിടാങ്ങുന്നത്. നമ്മുടെ സ്വാമിമാർ ഓരോരുത്തരായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. എല്ലാവരും നല്ല ക്ഷീണിതരായിരിക്കും ഈ മലയുടെ ഉച്ചിയിലെത്തുമ്പോഴത്തേക്ക്. അത്രയ്ക്ക് കഠിനമാണ് കേട്ടോ. കുട്ടികളൊക്കെ വരുന്നുണ്ടല്ലേ, മാളിപ്പുറമൊക്കെ വരുന്നുണ്ട്. അവരൊക്കെ സത്യത്തിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്താൽ വരുന്നേ. ഓടിച്ചാടി നല്ല രസമാണ്. ഇവരെ കാണുമ്പോൾ തന്നെ പ്രത്യേക സന്തോഷമാണ്. ഇത് നമുക്ക് എന്തായാലും പറയുന്നത് ഒരു കുക്കുംബറൊക്കെ കിട്ടി, അത് ഇങ്ങനെ കട്ട് ചെയ്ത് മുളകൊക്കെ ചേർത്ത് കഴിക്കുകയാണ്. ഇടയ്ക്ക് ഇടവേളയിൽ ഇങ്ങനെയൊക്കെയുള്ള
സന്തോഷങ്ങൾ. അതൊരമ്മ വരുന്നുണ്ടോ? ഇത്ര പ്രായമുണ്ടോ നോക്കിയേ. എത്തി അമ്മ കയറി പാടുപെട്ട് വരുവാണ്. അപ്പം ഞാൻ പറഞ്ഞത് എത്തി ഇച്ചിരി കൂടെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടല്ലേ? അങ്ങനെ അവരെ സത്യം പറഞ്ഞാൽ നമ്മൾ അവരെയൊക്കെ ഉണ്ടല്ലോ നമിക്കണം. നമ്മുടെ നാട്ടിലെ നല്ല ആരോഗ്യമുള്ള ആളുകൾ പോലും ഇങ്ങനെ നടന്നു വരാൻ സന്നദ്ധത കാണിക്കില്ല. ഞങ്ങളുടെ കന്നിസ്വാമിയാണ് കടന്നു വന്നത് കേട്ടോ. അങ്ങനെ എല്ലാവരും ഏകദേശം എത്തിയിട്ടുണ്ട്. ലാസ്റ്റ് സ്വാമിയും എത്തിയിട്ടുണ്ട്, ഹരിസ്വാമി. സ്വാമി ശരണം. ഇതാണ് നമ്മുടെ അഴുതിയിൽ നിന്ന് മുകളിലേക്ക് കയറി വരുമ്പോൾ ഉള്ള കല്ലിടാങ്കുന്ന്. കണ്ടല്ലേ ഈ കല്ലുകൾ കണ്ടില്ലേ? ഇത് നമ്മൾ മുൻപ് കണ്ട ആ നദിയിൽ നിന്ന് എടുത്തുകൊണ്ടിരുന്ന കല്ലുകളാണ് ഓരോ സ്വാമിമാരും വർഷങ്ങളായിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ നിക്ഷേപിക്കുന്നുണ്ട്. ഇവിടുത്തെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ മഹിഷിയെ നിഗ്രഹിച്ച് ഇവിടെയാണ് അടക്കം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഈ കണ്ടില്ലേ ഓരോരുത്തരും വരുമ്പോൾ ഈ കല്ലുകൾ കൊണ്ടുവന്ന് ഇങ്ങനെ സമർപ്പിക്കും. ഈ കല്ലുകൾ ഇട്ടിട്ട് ഒരു മല പോലെ ആയിട്ടുണ്ട് ഇവിടെ ഈ സ്ഥലം. വർഷങ്ങളായിട്ട് ഇടുന്ന കല്ലുകളാണ്. കണ്ടില്ലേ? ഇതെല്ലാം ഓരോ സ്വാമിമാർ കൊണ്ടുവരുന്ന കല്ലുകളാണ്. കണ്ടല്ലേ? ഈ കല്ലിട്ടിട്ട് തന്നെ ഒരു മലയായിട്ടുണ്ട്. നമ്മുടെ കല്ല് ഇവിടെ സമർപ്പിക്കുകയാണ്. മുമ്പോട്ടുള്ള യാത്രകൾ ഞങ്ങൾ ഇനിയും തുടങ്ങുകയാണ് കേട്ടോ. ചൂട് പറക്കുന്ന ആനപ്പിണ്ടങ്ങളൊക്കെ കിടക്കുന്നു കേട്ടോ. എപ്പോഴും വനയാത്ര എന്ന് പറഞ്ഞാൽ അതിഭീകരമാണ്. ഏത് സമയവും ആനയൊക്കെ ഇറങ്ങും. വൈകുന്നേരങ്ങളിലൊന്നും ഈ വഴി യാത്ര അനുവദിക്കത്തില്ല ഇപ്പോൾ ഫോറസ്റ്റ്. ഇത് നമ്മൾ കാനനപാതയിൽ ഏറ്റവും വലിയ നമുക്ക് അനുഭവവേദി വന്നൊരു മരമാണ് കേട്ടോ. ഏറ്റവും വലിയ മരമാണ് നമ്മൾ പോകുന്ന വഴികളിലുള്ള. അവിടെ എല്ലാവരും വന്നിട്ട് സെൽഫി എടുക്കും, വീഡിയോ എടുക്കാറുണ്ട്, ഫോട്ടോ എടുക്കും. നമ്മളും നമ്മുടെ കൂട്ടത്തിലുള്ള സമയമെല്ലാം വന്ന് അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ വീണ്ടും തുടർന്ന് മുന്നോട്ടുള്ള യാത്ര ആരംഭിക്കുന്നു. ഇനി കുറേ ഇറക്കമാണ് കേട്ടോ. ഭയങ്കര ചെങ്കുത്തായിട്ടുള്ള ഇറക്കമാണ്. ഇത്രയും കയറ്റം കയറിയില്ലേ, അതുപോലെ തന്നെ അതികഠിനമായിട്ടുള്ള ഇറക്കമാണ്. ഈ പോകുന്ന സ്വാമിമാരെ കണ്ടില്ലേ, ഇത് നമ്മുടെ കടകളിലേക്ക് സാധനങ്ങൾ ചുമന്നു കൊണ്ടിരുന്നവരാണ്. ഈ വനത്തിനുള്ളിൽ ഈ കയറ്റമൊക്കെ കയറി ഇവരുടെ കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് കേട്ടോ. നമുക്ക് വേണ്ടി ഈ സാധനം അവർക്കും നല്ല പൈസ കിട്ടുന്നുണ്ട്, പക്ഷെ ഭയങ്കര കഷ്ടപ്പാടാണ് ഈ സാധനങ്ങൾ ഇത്ര ദൂരം കൊണ്ടെത്തിക്കുക എന്നുള്ളത്. അങ്ങനെ നമ്മൾ വീണ്ടും മുന്നോട്ടുള്ള യാത്ര പോവുകയാണ്. ഇത് വേഗത്തിലാണ് ഈ വീഡിയോസ് എല്ലാം ചെയ്തു വരുന്നത് കേട്ടോ. 5 ദിവസത്തെ യാത്രയാണ് ഇത്. ഏകദേശം ഒരു 7 മിനിറ്റിനുള്ളിലെ യാത്രയാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പരിമിതി ഉണ്ടാവും വീഡിയോയ്ക്ക്. ഇത് കരിയിലന്തോടാണ്. ഇവിടെ ഇറങ്ങി യാത്രയുടെ ഇടവേളയിൽ ഇങ്ങനെ ഒരു പുളിയൊക്കെ പാസ്സാക്കിയിട്ട് വീണ്ടും കരിമലയിലേക്ക് യാത്രയാണ് കേട്ടോ. കരിമല യാത്രയും നല്ല സുഖകരമാണ്, നല്ല കയറ്റമാണ്, തട്ടുതട്ടായിട്ടുള്ള കയറ്റമാണ്. കണ്ടില്ലേ? പോകുന്ന വഴികളിലൊക്കെ ഇങ്ങനെ സ്ലിപ്പറി ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഇങ്ങനെ തടികളൊക്കെ മുറിച്ചിട്ടുണ്ട് ഫോറസ്റ്റ് ഗാർഡുമാർ യാത്ര ഒരുക്കാൻ വേണ്ടി. അങ്ങനെ വീണ്ടും യാത്രയൊക്കെ തുടർന്ന് കരിമലയൊക്കെ കയറി വീണ്ടും ഇനി പമ്പയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ യാത്ര 4-ാം ദിവസം പമ്പയിൽ എത്തിയിട്ടുണ്ട്. എല്ലാവരും സന്തോഷവാന്മാരായി പമ്പയിൽ എത്തിയിട്ടുണ്ട്. തുടർന്ന് ശബരിമലയിലേക്ക് കയറി അയ്യപ്പനെ കാണാനായിട്ട് മുന്നിലെത്തിയിട്ടുണ്ട് ഞങ്ങൾ. അവിടെ തൊഴാനുള്ള സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു 1-2 സ്വാമിമാർ. അതുകൊണ്ട് വളരെ വേഗം ഞങ്ങൾക്ക് നന്നായിട്ട് തൊഴാൻ കഴിഞ്ഞു. ദർശനമൊക്കെ ഞങ്ങൾ വീണ്ടും തിരിച്ച് നാട്ടിലേക്കുള്ള യാത്രയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ KSRTCയിൽ കയറിയിട്ടുണ്ട്. എല്ലാവരും ഇനിയും ഇപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്. അടുത്ത വർഷം പോകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് എല്ലാവരും വീണ്ടും ഈ തിരിച്ച് പോകാൻ ഇറങ്ങുന്നത്. അപ്പോൾ എല്ലാവർക്കും ഹൃദയത്തിൽ നിന്ന് നന്ദിയും പ്രാർത്ഥനകളും ആത്മാർത്ഥമായി നേരുന്നു. ഓക്കെ, ബൈ.